Hello learners, welcome back to my channel. എല്ലാവർക്കും സുഖല്ലേ? സോ ഇന്നത്തെ വീഡിയോ കിച്ചൺ ഇൻറ്റീരിയർ ഇൻ റെവിറ്റ് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പാർട്ട് 4 ആണ്. ആൻഡ് ഈ വീഡിയോയിൽ ഞങ്ങൾക്കൊരു പാരാമെട്രിക് ടേബിൾ എങ്ങനെയാണ് മോഡൽ ചെയ്യാൻ നോക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ സജഷൻസ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ നൗ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ മെട്രിക് ഫർണിച്ചർ ഫാമിലി യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ന്യൂ ഫാമിലി അടിക്കുക ആൻഡ് ദെൻ ഇംഗ്ലീഷ് ഫോൾഡറിലേക്ക് പോവുക. ഓക്കെ, ആൻഡ് ഇവിടെ മെട്രിക് ഫർണിച്ചർ എന്നുള്ളൊരു ഫാമിലി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക, ഓപ്പൺ അടിക്കുക. സോ ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഇനി ഞങ്ങൾക്ക് ഇതിന് റെഫറൻസ് പ്ലെയിൻ വരച്ചു കൊടുക്കണം. സോ ക്രിയേറ്റിൽ പോവുക ആൻഡ് ദെൻ റെഫറൻസ് പ്ലെയിൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ RPന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ആൻഡ് ദെൻ പിക്ക് ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഓഫ്സെറ്റ് ഒരു 800 കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഇവിടെ ഈ ലൈനിൽ ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് മുകളിൽ ഒരു റെഫറൻസ് പ്ലെയിൻ ആൻഡ് താഴെയും ഒരു റെഫറൻസ് പ്ലെയിൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആരോ കുറച്ച് മുന്നോട്ടേക്കാക്കിയിട്ട് ക്ലിക്ക് ചെയ്യുക, താഴോട്ടാക്കിയിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ അഗെയിൻ ഓഫ്സെറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും ആയിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ പ്ലേസ് ചെയ്ത റെഫറൻസ് പ്ലെയിൻസ് ഒക്കെ ഞങ്ങളുടെ ടേബിളിൻ്റെ ലെങ്ത്തും വിഡ്ത്തിനും അനുസരിച്ചിട്ടുള്ളതാണ്. ഹൊറിസോണ്ടലായിട്ട് വരക്കുന്ന റെഫറൻസ് പ്ലെയിന് വിഡ്ത്തിൻ്റെ ബൗണ്ടറി ആയിട്ടും കാണുക. ആൻഡ് ദെൻ വെർട്ടിക്കലായിട്ട് വരക്കുന്ന റെഫറൻസ് പ്ലെയിന് ലെങ്ത് ആയിട്ടും കാണുക, ലെങ്ത്തിൻ്റെ ബൗണ്ടറി ആയിട്ടും കാണുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, 500 ആക്കി കൊടുത്തിട്ടുണ്ട്, 800 മാറ്റിയിട്ട്. ഇനി ഞങ്ങൾക്ക് ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്യണം. രണ്ട് രീതിയിൽ ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്യണം. ഒന്ന്, ഈ 3 റെഫറൻസ് പ്ലെയിൻസിൻ്റെയും ഇടയിൽ ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻഡിൽ വരുന്ന 2 റെഫറൻസ് പ്ലെയിൻ്റെ ഇടയിലുള്ള ഡയമെൻഷനും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ DI ടൈപ്പ് ചെയ്യുക, ഫസ്റ്റ് റെഫറൻസ് പ്ലെയിൻ ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് വൺ ക്ലിക്ക് ചെയ്യുക, തേർഡ് വൺ ക്ലിക്ക് ചെയ്യുക, ആൻഡ് ദെൻ ജസ്റ്റ് പുറത്ത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതർ സൈഡിലും ചെയ്യണം. സോ ഫസ്റ്റ് റെഫറൻസ് പ്ലെയിൻ ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് വൺ ക്ലിക്ക് ചെയ്യുക, തേർഡ് വൺ ക്ലിക്ക് ചെയ്യുക, പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞങ്ങൾക്ക് N റെഫറൻസ് പ്ലെയിൻ തമ്മിലുള്ള ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ 2 N റെഫറൻസ് പ്ലെയിനിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഞങ്ങൾക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്ത ഡയമെൻഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഈക്വൽ സൈൻ കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത സൈഡിലും ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഭാവിയിൽ ലെങ്ത്തോ വിഡ്ത്തോ ചേഞ്ച് ചെയ്താൽ അത് ഈ 3 റെഫറൻസ് പ്ലെയിൻ്റെ ഇടയിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ്. ലൈക്ക് ഇപ്പോൾ 3000 ആക്കിയാൽ 1500 ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ ലെങ്ത് ഡയമെൻഷൻ ഒരു പുതിയ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ലെങ്ത് തന്നെയാണ് നെയിം കൊടുക്കുന്നത്. ആൻഡ് ഞാനിത് ഒരു ടൈപ്പ് പാരാമീറ്റർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് പാരാമീറ്ററും ക്രിയേറ്റ് ചെയ്യുക. സോ സെലക്ട് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആൻഡ് ദെൻ നെയിം കൊടുക്കുക. അഗെയിൻ ടൈപ്പ് പാരാമീറ്റർ ആയിട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഫ്ലെക്സ് ചെയ്ത് നോക്കാം. ഫ്ലെക്സ് ചെയ്യുകയെന്ന് വെച്ചാൽ ഞങ്ങൾ വരച്ച റെഫറൻസ് പ്ലെയിൻസ് ഒക്കെ ഞങ്ങൾ വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ നോക്കണം. സോ അതിന് ഫാമിലി ടൈപ്സിൽ പോവുക, ലെങ്ത്തും വിഡ്ത്തും നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ലെങ്ത്ത് 3000 ആക്കുന്നുണ്ട്, വിഡ്ത്ത് 2000 ആക്കുന്നുണ്ട്. ആൻഡ് ദെൻ അപ്ലൈ അടിക്കാം. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഫ്ലെക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് ആദ്യം കൊടുത്ത വാല്യൂ തന്നെ കൊടുത്തിട്ട് അപ്ലൈ അടിക്കുക, ഓക്കെ അടിക്കുക. സോ ഇപ്പോൾ ടേബിളിൻ്റെ ലെങ്ത്തിനും വിഡ്ത്തിനും വേണ്ടിയിട്ടുള്ള ബൗണ്ടറീസൊക്കെ ശരിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് ലെഗിന് വേണ്ടിയിട്ടുള്ള ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക. സോ അതിന് അഗെയിൻ റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. സോ ക്രിയേറ്റിൽ പോവുക, റെഫറൻസ് പ്ലെയിൻ സെലക്ട് ചെയ്യുക, പിക്ക് ലൈൻ ടൂൾ സെലക്ട് ചെയ്യുക, ഓഫ്സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. നിങ്ങൾക്ക് ലെഗിന് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് ഓഫ്സെറ്റ് കൊടുക്കുക. ആൻഡ് ദെൻ ഇങ്ങനെ ഞാൻ വരക്കുന്ന പോലെ ഉള്ളിൽ 4 റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞങ്ങളുടെ ബൗണ്ടറീൻ്റെ ഉള്ളിൽ റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്ക് ഇതിനും ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. സോ DI ടൈപ്പ് ചെയ്യുക, ആൻഡ് ദെൻ ഈ 2 ലൈനും സെലക്ട് ചെയ്യുക, ആൻഡ് ദെൻ ജസ്റ്റ് ഡയമെൻഷൻ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലും ചെയ്തെടുക്കുക. ആൻഡ് ദെൻ പുറത്ത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ 2 റെഫറൻസ് പ്ലെയിനും സെലക്ട് ചെയ്യുക, പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഡയമെൻഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിനും പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഡയമെൻഷൻ 4 ഡയമെൻഷനും സെലക്ട് ചെയ്യുക.
കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് 4 ഡയമെൻഷനും സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ ക്രിയേറ്റ് ന്യൂ പാരാമീറ്റർ അടിച്ചെടുക്കുക ആൻഡ് ദെൻ നെയിം കൊടുക്കുക. ഞാൻ ജസ്റ്റ് ലെഗ് തിക്നെസ് എന്ന് കൊടുക്കുന്നുണ്ട് ആൻഡ് ടൈപ്പ് പാരാമീറ്റർ ആയിട്ട് തന്നെയാണ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞങ്ങൾക്ക് ഇതും ഫ്ലെക്സ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഫാമിലി ടൈപ്പിൽ പോവുക ആൻഡ് ദെൻ ജസ്റ്റ് വാല്യൂസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ അടിക്കുക. അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന വാല്യൂസിനനുസരിച്ചിട്ട് റെഫറൻസ് പ്ലെയിൻസൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. സോ ഫ്ലെക്സ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ആദ്യം കൊടുത്ത വാല്യൂ തന്നെ കൊടുത്തിട്ട് ഓക്കെ അടിക്കുക. ഇപ്പോൾ ലെങ്ത്തിനും വിഡ്ത്തിനും വേണ്ടിയിട്ടുള്ള റെഫറൻസ് പ്ലെയിനൊക്കെ ഞങ്ങൾ വരച്ചായി. ഞങ്ങൾക്ക് ഹൈറ്റിന് വേണ്ടിയിട്ടൊരു റെഫറൻസ് പ്ലെയിനും കൂടി വരച്ചു കൊടുക്കുക. ഓക്കെ, സോ അതിന് ഫ്രണ്ട് എലിവേഷനിൽ പോകണം. ആൻഡ് ദെൻ ഈ താഴെ കഴ്സർ പ്ലേസ് ചെയ്തിട്ട് ടാബ് കീ പ്രസ് ചെയ്യുക, റെഫറൻസ് പ്ലെയിൻ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് സിമിലർ അടിക്കുക, പിക്ക് ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഓഫ്സെറ്റ് എടുക്കുക. 1000 ആണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹൈറ്റ് വാല്യൂ കൊടുക്കുക. ആൻഡ് ദെൻ ജസ്റ്റ് കഴ്സർ പ്ലേസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പുറത്തേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ റെഫറൻസ് പ്ലെയിൻ്റെ നെയിം ഞാൻ ഹൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് ഇതിനും ഒരു ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ DI ടൈപ്പ് ചെയ്യുക, താഴത്തെ റെഫറൻസ് പ്ലെയിനും മുകളിലത്തെ റെഫറൻസ് പ്ലെയിനും സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതിന് ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇതും ഒരു പാരാമീറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ജസ്റ്റ് ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ദെൻ സെലക്ട് ചെയ്യുക. ഈ ഡയമെൻഷൻ സെലക്ട് ചെയ്യുക, ന്യൂ പാരാമീറ്റർ അടിക്കുക ആൻഡ് ദെൻ നെയിം ടോട്ടൽ ഹൈറ്റെന്നോ അല്ലെ ഹൈറ്റെന്നോ എന്തെങ്കിലും കൊടുക്കുക. ആൻഡ് ടൈപ്പ് പാരാമീറ്റർ ആയിട്ടാണ് ഞാൻ അസൈൻ ചെയ്യുന്നത്. സോ ടോട്ടൽ ഹൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, ഓക്കെ അടിക്കുക. ഇനി ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്ട്രൂഷൻ വരയ്ക്കുക. സോ ക്രിയേറ്റ് എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്യുക, വർക്ക് പ്ലെയിൻ സെറ്റ് ചെയ്യുക. ഞാൻ ഹൈറ്റാണ് സെലക്ട് ചെയ്യുന്നത് ആൻഡ് ദെൻ ഓക്കെ അടിക്കുക. ജസ്റ്റ് ഇവിടെ കഴ്സർ പ്ലേസ് ചെയ്തിട്ട് വരക്കുക. ഞാൻ റെക്റ്റാങ്കിൾ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക, വരച്ചെടുക്കുക. താഴത്തെ ഈ കോർണർ വരെ വരച്ചെടുക്കുക. ആൻഡ് ദെൻ എല്ലാം ലോക്ക് ചെയ്യുക, എല്ലാ സൈഡും ലോക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഫാമിലി ടൈപ്സിൽ പോയിട്ട് ഞങ്ങൾക്ക് ഇത് ഫ്ലെക്സ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഷെയ്ഡഡ് ആക്കണമെങ്കിൽ ഷെയ്ഡഡ് ആക്കാം കേട്ടോ. അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് മനസ്സിലാവും മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ ഞങ്ങളിപ്പം എക്സ്ട്രൂഷൻ വരച്ച പാട് അവിടെ ലോക്ക് ചെയ്ത് കൊടുത്തില്ലേ എല്ലാ ലൈൻസും. അങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പം വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പം എക്സ്ട്രൂഷൻ അതിനനുസരിച്ച് മൂവ് ചെയ്യില്ല. ഓക്കെ, സോ ഇപ്പോൾ ഞങ്ങൾ ലോക്ക് ചെയ്തുകൊണ്ടാണ് എക്സ്ട്രൂഷനും മൂവ് ചെയ്യുന്നത്. സോ എല്ലാം ഫ്ലെക്സ് ചെയ്യുന്നുണ്ടോ നോക്കാം. ആൻഡ് ദെൻ ആദ്യത്തെ വാല്യൂ തന്നെ കൊടുത്തിട്ട് അപ്ലൈ അടിക്കുക, ഓക്കെ അടിക്കുക. ഇനി ഞങ്ങൾക്ക് ഫ്രണ്ട് എലിവേഷനിൽ പോയിട്ട് എക്സ്ട്രൂഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ആരോ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ടേബിൾ ടോപ്പിൻ്റെ തിക്നെസ് എത്ര വേണോ അതിനനുസരിച്ച് വാല്യൂ അസൈൻ ചെയ്തെടുക്കുക. ഞാൻ ജസ്റ്റ് 50 mm ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഞങ്ങൾക്ക് ഇത് അലൈൻ ചെയ്ത് കൊടുക്കണം. സോ അലൈൻ ടൂൾ സെലക്ട് ചെയ്യുക, AL ടൈപ്പ് ചെയ്യുക ആൻഡ് ദെൻ ജസ്റ്റ് റെഫറൻസ് പ്ലെയിൻ സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ ഈ എക്സ്ട്രൂഷൻ്റെ ഈ ലൈനും സെലക്ട് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒരു ഡയമെൻഷനും വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സോ ജസ്റ്റ് DI സെലക്ട് ചെയ്യുക, ഈ റെഫറൻസ് പ്ലെയിൻ സെലക്ട് ചെയ്യുക, എക്സ്ട്രൂഷൻ്റെ ഈ ലൈൻ സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ പുറത്ത് സെലക്ട് ചെയ്യുക, ലോക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ അവിടെ ഫിക്സഡ് ആവും. ഇനി ഞങ്ങൾക്ക് റെഫറൻസ് ലെവലിൽ പോയിട്ട് ലെഗ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സോ ക്രിയേറ്റിൽ പോവുക, എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഇതിനുള്ളിൽ വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ടാണ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത്. ആൻഡ് അതിന് ശേഷം അലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് എല്ലാ സൈഡും അലൈൻ ചെയ്ത് കൊടുക്കുക. സോ AL പ്രസ് ചെയ്യുക ആൻഡ് ദെൻ റെഫറൻസ് പ്ലെയിൻ സെലക്ട് ചെയ്യുക, എക്സ്ട്രൂഷൻ ലൈൻ സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ സൈഡും ചെയ്യുക, എല്ലാ ലെഗ്സും ചെയ്യുക. എല്ലാം അലൈൻ ചെയ്തതിന് ശേഷം ഫിനിഷ് ഇറ്റ് ഓഫ്. ഇനി ഞങ്ങൾക്ക് ഫ്രണ്ട് എലിവേഷനിൽ പോയിട്ട് ഈ ലെഗ് ജസ്റ്റ് താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ട് അലൈൻ ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുക. സോ AL ടൈപ്പ് ചെയ്യുക, റെഫറൻസ് പ്ലെയിൻ സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്യുക, ലോക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുകളിലും അങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അലൈൻ ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുക, താഴേക്ക് ഡ്രാഗ് ചെയ്യുക, ലോക്ക് ചെയ്ത് കൊടുക്കുക.
ഞങ്ങൾക്ക് ടേബിൾ ടോപ്പിന് ലെഗിനും മെറ്റീരിയൽ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യണം. സോ ജസ്റ്റ് ടേബിൾ ടോപ്പ് സെലക്ട് ചെയ്യുക. ഈ മെറ്റീരിയലിൻ്റെ നേരെ കാണുന്ന ഈ ചെറിയ ബോക്സ് സെലക്ട് ചെയ്യുക. ആൻഡ് ദെൻ ന്യൂ സെലക്ട് ചെയ്യുക. ആൻഡ് ദെൻ ജസ്റ്റ് നെയിം കൊടുക്കുക. ഞാൻ ടേബിൾ ടോപ്പ് മെറ്റീരിയൽ എന്നാണ് കൊടുക്കുന്നത്. ആൻഡ് ടൈപ്പ് പാരാമീറ്റർ ആയിട്ട് തന്നെ അസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റൻസ് ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. ആൻഡ് ദെൻ ഓക്കെ അടിക്കുക. അതുപോലെ തന്നെ ലെഗിനും ഇങ്ങനെ മെറ്റീരിയൽ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ന്യൂ സെലക്ട് ചെയ്യുക. നെയിം കൊടുക്കുക. ഓക്കെ അടിക്കുക. സോ ഞങ്ങളുടെ ടേബിൾ ഇവിടെ മോഡൽ ചെയ്തായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതൊന്ന് ഫ്ലക്സ് ചെയ്ത് നോക്കുക. സേവ് ചെയ്യുക. ആൻഡ് ദെൻ ഞങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് ലോഡ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞങ്ങളിവിടെ എല്ലാ പാരാമീറ്ററും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രൊജക്റ്റിലേക്ക് ലോഡ് ചെയ്താലും ലെങ്ത്ത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുക, വിഡ്ത്ത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുക, അതുപോലെ ഹൈറ്റും വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുക, ലെഗ് തിക്നെസ്സും ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യുക. എല്ലാത്തിനും ഞങ്ങളിവിടെ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ലോഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ ഞങ്ങളുടെ ഫൈനൽ മോഡൽ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ടേബിൾ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് മെറ്റീരിയൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, ലെഗ് തിക്നെസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പാരാമെട്രിക് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഈസിയാണല്ലേ? സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻ ആൻഡ് സജഷൻസ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.